എന്നിട്ടാ രാവിലെ തന്നെ ചിരിക്കുന്നത്? കരയടാ. എന്താ മോനെ പറ്റിയേ? ഒമേഗിൾ ചത്ര. കഴിനാക്കം പറയാടാ. അങ്ങനെ 2009 തുടങ്ങിയ സാധനം 2023 ഭയങ്കര ഫണ്ടായിരുന്നു. കുറെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാം. കുറെ ചിക്സ്. So I can skip people with that. It's easier. But I'm not gonna skip you. കുറെ ഫ്ലർട്ടിങ് മിസ് ചെയ്ത്. സോ ഗൈസ്, ഒമേഗിൾ ഡെഡ് ആയിരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ബേസിൽ കുറേ കോണ്ടന്റ്സ് കാണാം. നൈസായിരുന്നു ഫ്ലേർട്ട് ചെയ്യുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളും ഭയങ്കര വൈബായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. മറ്റേ സിബിലിസോ അങ്ങനത്തെ എന്തോ പറഞ്ഞ ചങ്ങായക്കത്തിലാണ് മെയിനായിട്ട് ഭയങ്കര സബ്ബായിട്ട് ക്ലിക്കായത്. അവരൊക്കെ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഒമേഗിൾ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരു സൈറ്റ് കയറാം. ആ സൈറ്റ് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ഉണ്ട്, ചാറ്റ് ഉണ്ട്. ഞാൻ മോസ്റ്റ്ലി എടുക്കുക വീഡിയോ കോളാണ്. അപ്പോൾ വീഡിയോ കോൾ നോക്കിയിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും ടാഗോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടീംസിനെ കിട്ടും. ഇഷ്ടം പോലെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ തന്നെ കാണാം അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ശവക്കല്ലറിയും ഒമേഗിൾ എന്ന് പറഞ്ഞിട്ട് 2009 2023 പിന്നെ താഴെ ഒരു വലിയൊരു അടിക്കുറിപ്പും കുറേ എന്തൊക്കെയോ എഴുതി അത് എഴുതിയത് ഡിയർ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. പടപട ഇത് ഫൗണ്ടറിൻ്റെ ആ സ്റ്റോറിയും പിന്നെ എന്തുകൊണ്ടാണ് ഒമേഗിൾ നിർത്താൻ കാരണം. സത്യം പറഞ്ഞാൽ ഇതിന് മൂപ്പരെന്നെ പറയുന്നുണ്ട് ഇതിന് ഡാർക്ക് സൈഡും ഉണ്ട് പിന്നെ നല്ല സൈഡും ഉണ്ട്. പക്ഷേ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേടാടാ. പണ്ടത്തെ കാലം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വേണേൽ ഇവിടെ കൊടുക്കാം. നല്ല രസമാണ്, ഫണ്ണൊക്കെയാണ്. പക്ഷേ ഇതൊരു 50 ആൾക്കാർ നിങ്ങളെ ഫേസ് ചെയ്താൽ ഒരു 10 ആൾക്കാരെ നല്ലതൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വിയേർഡായിരിക്കും, ഭയങ്കര ബാഡായിരിക്കും. ലൈക്ക് നമ്മളെ റേസിസം ഉണ്ടാവും, ബോഡി ഷെയ്മിങ്. എൻ്റെ മോനെ ഭയങ്കര സീനാണ്. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. ചിലവർ വെണ്ടയ്ക്കും മറ്റേ വെള്ളരിക്കൊക്കെ ആയിട്ട് അവിടെ കുത്തിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സീനെന്ന് പറഞ്ഞാൽ ഇതിൽ പിള്ളേരൊക്കെ ഇത് കാണും, കൊച്ചു പിള്ളേരൊക്കെ കാണും. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവരെന്താ ഇത് ഓണാക്കി കുത്തിരിക്കുന്നത് എന്ന് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ മോനെ ഞാൻ ആ വീഡിയോയിലൊക്കെ ഉണ്ട് തോന്നുന്നു, അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര അലമ്പാണ്. പിന്നെ അങ്ങനത്തെ കുറേ ഇതൊന്നുമല്ല, കുറേ സാധനങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങൾ ചെറിയവർക്ക് നല്ല മനസ്സിലാവും. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് സാധനമാണ്, നല്ല ഡാർക്ക് സാധനമാണ്. പക്ഷേ നല്ല ഗുഡ് തിങ്സും ഉണ്ട്. കുറേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ നല്ല രസത്തിൽ ഫണ്ണാക്കിയിട്ട് കുറേ രീതിയിലൊക്കെ നമുക്ക് ഫ്ലേർട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നല്ല നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡാർക്ക് സൈഡും ഉണ്ട്. എനിക്ക് തോന്നുന്നു പുറമേ ഉള്ള ഈ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇടുന്നത് നമുക്ക് കുറേ രീതിയിൽ കാണാം. കാരണം അവരെ ബാഡാക്കി നിൽക്കുന്നതും അതൊക്കെ അവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ടൈം എത്തിയപ്പോൾ ഞാൻ തന്നെ മടുത്തതാണ്. എനിക്ക് അന്നേ മടുത്തതാണ്. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് കുറേ രീതിയിൽ നിർത്തി. പിന്നെ അതിൽ കയറാനും നമുക്കൊരു മടുപ്പാണ്. പക്ഷേ ഈ അടുത്തൊക്കെ കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല രസമാണ് സംസാരിക്കാനൊക്കെ. നമ്മൾ ബോറടിച്ച് കുത്തിരിക്കുമ്പോഴൊക്കെ. അല്ല എൻ്റെ മോനെ ഓളറിയണ്ട. പോട്ടെ, ഇനിയിപ്പോൾ ആരും അറിയില്ല വീഡിയോ ഇട്ടുകൊണ്ട്. ഞാൻ സംഭവം രാവിലെ 1 മണിക്ക് എണീറ്റപ്പോഴാണ് നോക്കണത്, മെസ്സേജ് വന്നതാ ഒമേഗിൾ പോയിന്ന്. നമ്മളെ കട്ട ചങ്ക് നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് കോണ്ടൻ്റ് ആക്കിയത്. അതറിയോ? അതാ പറഞ്ഞത്, സബ് ചെയ്തോ. കിട്ടില്ലാനാണ്. ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. വേഗം പോയി സബ് ചെയ്തോ. അപ്പോൾ ഒമേഗിൾ പോയതിൻ്റെ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.